Hi everyone. Next problem. Evaluate the integral I is equal to integral over C 3x square dx plus 2yz dy plus y square dz from A എന്ന പോയിന്റ് 0 1 2 to B എന്നത് 1 minus 1 7 by showing that the integral is path independent. അപ്പോൾ നമുക്ക് കാണേണ്ടത് നമ്മൾ ഈ ഒരു ഫങ്ഷൻ തരുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആ ഫങ്ഷൻ എന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടാതെ ഇൻ്റഗ്രൽ ഓവർ സി എന്നാണ്. സി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എയും ബിയും പോയിന്റ് തന്നിട്ടില്ലേ, അപ്പം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ അതാണ് ഇവിടെ കാണേണ്ടത്. അപ്പം ഇവിടെ നോക്കൂ, ഈ ഒരു വാല്യൂസ് 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് 2yz dy പ്ലസ് വൈ സ്ക്വയർ ഡി സെഡ്, അപ്പം അതെന്താ എന്തായിരുന്നു 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് 2yz dy പ്ലസ് വൈ സ്ക്വയർ ഡി സെഡിനെ നമുക്ക് എഫ് ഡോട്ട് ഡി ആർ എന്ന ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇതെന്നത് ഏതോ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ വെക്റ്റേഴ്സ് ഏതാ നോക്കാം. 3x സ്ക്വയർ ആയി, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ith കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടണം. അപ്പോൾ ith കമ്പോണൻറ്റ് 3x സ്ക്വയർ ആയി, അടുത്തത് ഡി എക്സ് ആയി എന്നല്ലേ വരിക. അപ്പം കാരണം 3x സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വരുമ്പോഴല്ലേ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടുക. പ്ലസ് അടുത്തത് എന്താ വരിക 2yz dy, അപ്പോൾ 2yz j, അപ്പോൾ ഇവിടെ എന്ത് ആഡ് ചെയ്യണം dy j പ്ലസ് അടുത്തതോ വൈ സ്ക്വയർ കെ, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം ഡി സെഡ് കെ. ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് 2yz dy പ്ലസ് വൈ സ്ക്വയർ ഡി സെഡ് എന്ന് കിട്ടുക. ശരിയല്ലേ? ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിലൊന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് നോക്കൂ. 3x സ്ക്വയർ ആയി, ith കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x സ്ക്വയർ ഡി എക്സ് എന്ന് വരും. jth കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2yz dy അല്ലേ. kth കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഡി സെഡ്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇതിനെ എഫ് എന്ന് വിളിച്ചു. ഇതെന്താണ് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ എന്താ ഡി ആർ അല്ലേ. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ വേർ എഫ് ഇസ് ഈക്വൽ ടു എഫ് എന്താ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, എഫ് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ ഐ പ്ലസ് 2yz ജെ പ്ലസ് വൈ സ്ക്വയർ കെ. അപ്പോൾ ഇനിയിപ്പോൾ അത്രയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, തന്ന ഇതിലെ ഈ ഡി എക്സും ഡി വൈയും ഡി സെഡ് ഒഴിവാക്കിയിട്ട് ഐ ജെ കെ എന്ന് മാറ്റി എഴുതുക. അപ്പോൾ നമ്മളെ ഫങ്ഷൻ എഫ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളെ എഫ് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നത് ഇൻ്റഗ്രൽ ഓവർ സി 3x സ്ക്വയർ ഡി എക്സ് പ്ലസ് 2yz dy പ്ലസ് വൈ സ്ക്വയർ ഡി സെഡിനെ നമ്മൾ എന്തെഴുതാം, ഇൻ്റഗ്രൽ ഓവർ സി 3x സ്ക്വയർ ഐ പ്ലസ് 2yz ജെ പ്ലസ് വൈ സ്ക്വയർ കെ ഡോട്ട് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്, എഫ് എന്ന് വിളിച്ചിട്ടില്ലേ. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള ഈ ഐ എന്നത് ഏതിന് ഈക്വലാണ്, എഫ് ഡോട്ട് ഡി ആറിൻ്റെ ഇൻ്റഗ്രലിന് ഈക്വലാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ എഫ് എന്നത് കൺസർവേറ്റീവ് ഫീൽഡ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ith കമ്പോണൻറ്റിനെ പി എന്നും jth കമ്പോണൻറ്റിനെ ക്യൂ എന്നും kth കമ്പോണൻറ്റിനെ ആർ എന്നും വിളിക്കും. എഫ് എന്നത് 3x സ്ക്വയർ ഐ പ്ലസ് 2yz ജെ പ്ലസ് വൈ സ്ക്വയർ കെ ആയതുകൊണ്ട് ith കമ്പോണൻ്റാണ് നമ്മുടെ പി, അതായത് 3x സ്ക്വയർ. അപ്പോൾ പി ഈക്വൽ ടു 3x സ്ക്വയർ. jth കമ്പോണൻ്റാണ് നമ്മുടെ ക്യൂ എന്താ, jth കമ്പോണൻറ്റ് 2yz. അപ്പോൾ 2yz അപ്പം jth കമ്പോണൻറ്റ് ക്യൂ. ഇനി kth കമ്പോണൻ്റാണ് നമ്മുടെ ആറ്. അപ്പോൾ ആറ് എന്ത് വരും വൈ സ്ക്വയർ എന്ന് വന്നു.
നമ്മളിവിടെ ഡോ പി ബൈ ഡോ വൈ കാണും. ഡോ പി ബൈ ഡോ വൈ എന്താ? 3x² ആണ്. y എന്ന ഒരു വേരിയബിളേ ഇല്ല, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഡോ പി ബൈ ഡോ സെഡോ? ഡോ പി ബൈ ഡോ സെഡും 0. ഇനി ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്നത് 0. ഡോ ക്യൂ ബൈ ഡോ സെഡ് എന്നതോ? 2y എന്നത് കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ സെഡിനെ ചെയ്താൽ മതി, അപ്പോൾ 2y എന്ന് വരും. ഇനി ഡോ ആർ ബൈ ഡോ എക്സ്, എക്സ് ഇല്ലാത്തതുകൊണ്ട് 0 വരും. ഡോ ആർ ബൈ ഡോ വൈ, വൈ സ്ക്വയർ ഡെറിവേറ്റീവ് 2y. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ കൺസർവേറ്റീവ് ആണോ ചെക്ക് ചെയ്യാനുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഡോ പി ബൈ ഡോ വൈയും ഡോ ക്യൂ ബൈ ഡോ എക്സും 0 അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. ഇനി ഡോ ക്യൂ ബൈ ഡോ സെഡ് 2y ആണ്. അതന്നെയാണ് എന്ത്? ഡോ ആർ ബൈ ഡോ വൈ. ഇനിയോ ഡോ ആർ ബൈ ഡോ എക്സ് എന്നത് 0 ആണ്. അതുതന്നെയാണ് നമ്മുടെ ഡോ പി ബൈ ഡോ സെഡ്. അപ്പോൾ നമ്മൾ ആ കൺസർവേറ്റീവിൻ്റെ ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് കൺസർവേറ്റീവ് എന്ന് പറയാം. എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ എഫ് എന്നത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. എഫ് ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് ചെക്ക് ചെയ്തു. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആ കണ്ടീഷൻസൊക്കെ ശരിയാണോ നോക്കുക. അപ്പോൾ ഇവിടെ ആ കണ്ടീഷൻസ് എല്ലാം ശരിയാണ്, അതുകൊണ്ട് അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്നിപ്പോൾ കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് കാണേണ്ടത്. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിയിലേക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ട്രിപ്ലറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ റിസൾട്ട് ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് ഇ ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ഫൈ എന്ന പൊട്ടൻഷ്യൽ ഫങ്ഷൻ നമുക്ക് ആദ്യം കാണണം. സോ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡെൽ എഫ് ഈസ് കൺസർവേറ്റീവ് ഇംപ്ലൈസ് എന്ത് പറയാം? നമുക്കവിടെ ഒരു ഫങ്ഷൻ കാണാൻ കഴിയും, ഫൈ എന്ന ഫങ്ഷൻ ഉണ്ട്. സച്ച് ദാറ്റ് ആ ഫൈ എങ്ങനെയായിരിക്കും? ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്നത് നമ്മുടെ എഫിനോട് ഈക്വൽ ആവും. ഇനി ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ഫൈ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ഫൈ ബൈ ഡോ സെഡ്. ഇതാണ് ഡെൽ ഫൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള എഫ്, അതായത് 3x² പ്ലസ് 2yzj പ്ലസ് y² k. ഇവിടെ നമ്മൾ ith കമ്പോണൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 3x² എന്ന് കിട്ടും. ith കമ്പോണൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്താൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 3x². ഇനി jth കമ്പോണൻറ്റ് കമ്പയർ ചെയ്താലോ? ഡോ ഫൈ ബൈ ഡോ വൈ. ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 2yz. ഇനി ഡോ ഫൈ ബൈ ഡോ സെഡോ? kth കമ്പോണൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്താൽ ഡോ ഫൈ ബൈ ഡോ സെഡ് കിട്ടും y². ഇത് ഇക്വേഷൻ നമ്പർ 1. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് 3 ഇക്വേഷനായി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഫൈ കാണുക. ആ ഫൈനെ നമുക്ക് വൈയിൽ ഡെറിവേറ്റീവ് ചെയ്താൽ ഡോ ഫൈ ബൈ ഡോ വൈ കിട്ടും. അത് ഇക്വേഷൻ 2ആയിട്ട് കമ്പയർ ചെയ്യാം. വീണ്ടും അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഫൈയിലേക്ക് എത്തിക്കാം. എന്നിട്ട് അതിന് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തിട്ടുണ്ട് ഡോ ഫൈ ബൈ ഡോ സെഡ് കാണാം. മൂന്നാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ആദ്യം ഇക്വേഷൻ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഫൈ എന്ന രൂപത്തിൽ കിട്ടും. ഈ ഫൈനെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ വൈയിൽ ഡെറിവേറ്റീവ് ചെയ്യണം. ഓക്കെ, അപ്പം അതിനെ ഡെറിവേറ്റീവ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കോൺസ്റ്റൻറ്റുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വീണ്ടും ഈ ഫൈയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, ആ കോൺസ്റ്റൻ്റ് ഇതിൽ നിന്നൊക്കെ കിട്ടും. എന്നിട്ട് ഈ ഫൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഫൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ആ ഫൈനെ എന്ത് ചെയ്യണം? ഡോ ഫൈ ബൈ ഡോ സെഡ് ആക്കി മാറ്റണം.
ഓക്കെ, അപ്പോൾ ഈ ഡോ ഫൈ ബൈ ഡോ സെഡും മൂന്നാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യാൻ കഴിയും. അങ്ങനെ കോൺസ്റ്റൻറ്റുകളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വീണ്ടും നമ്മൾ ഫൈ എന്ന ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഫൈ എന്ന പൊട്ടൻഷ്യൽ ഫങ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്റ്റ് ടു ഏതിലാണ് ചെയ്യേണ്ടത്? എക്സ്, ഡോ ഫൈ ബൈ ഡോ എക്സ് എന്നല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്ത് വന്നു? 3x² dx എന്ന് വന്നു. 3x² dx. ഇവിടെ ഒരു dx ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവും ഇൻ്റഗ്രേഷനും കൂടി ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഫങ്ഷനായി മാറി LHS. സോ ഫൈ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇൻ്റഗ്രൽ x² dx എന്നായിരുന്നു. x² ഇൻ്റഗ്രൽ എന്നത് x³ 3 ആണ്. അപ്പോൾ x³ 3 പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ g(y) എന്ന് വിളിച്ചു, അല്ലെങ്കിൽ g(yz) ആവാട്ടോ. എക്സിലുള്ള ഫങ്ഷൻ അല്ലാത്ത ബാക്കിയെല്ലാ വേരിയബിളുള്ള ഫങ്ഷനും എന്ത് തന്നെയാണ്? നമ്മുടെ കോൺസ്റ്റൻ്റാണ്. കാരണം എക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ വൈയും സെഡും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ 3യും 3യും കട്ട് ചെയ്തു. ലാസ്റ്റ് എന്ത് വന്നു? x³ പ്ലസ് g(yz) എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഫൈ എന്നത് ഇക്വേഷൻ നമ്പർ. അടുത്ത ഇക്വേഷൻ നമ്പർ 4. ഇപ്പോൾ നമുക്ക് ഫൈ കിട്ടി. ഇനി ഈ ഫൈനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എത്തി അല്ലേ? ഈ ഫൈനെ നമ്മൾ ഡോ ഫൈ ബൈ ഡോ വൈ ആക്കി മാറ്റണം. എന്നെങ്കിലേ രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫൈനെ ഡോ ഫൈ ബൈ ഡോ വൈ ആക്കാൻ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈയിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ 4നെ ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി ഇക്വേഷൻ 4 വിത്ത് റെസ്പെക്റ്റ് ടു വൈ. അപ്പോൾ എന്ത് വന്നു? ഡോ ഫൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഇക്വേഷൻ എന്തായിരുന്നു? x³ പ്ലസ് g(yz), x³ പ്ലസ് g(yz). ഈ സം റൂൾ ഉപയോഗിച്ചാൽ ഡോ ബൈ ഡോ വൈ ഓഫ് x³ എന്ന് വരും. അത് 0 അല്ലേ? കാരണം x³ വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 0. ഇനി g(yz) ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴോ ഡോ ബൈ ഡോ വൈ ഓഫ് g(yz) എന്ന് വരും. ഓക്കെ, അതായത് ഡോ ഫൈ ബൈ ഡോ വൈ എന്നത് എന്തായിട്ട് മാറി? ഡോ ബൈ ഡോ വൈ ഓഫ് g(yz) എന്നായി മാറി. ഇതിനെ ഇക്വേഷൻ 5 എന്ന് വിളിച്ചു. ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് g എന്നതിനെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഈ 5ഉം 2ഉം കമ്പയർ ചെയ്യാം. കമ്പയറിങ് 5 ആൻഡ് 2 എന്തായിരുന്നു? ഡോ ഫൈ ബൈ ഡോ വൈ എന്നത് 2 എന്നത് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു 2yz ആയിരുന്നു. ഇതാണ് 2. അപ്പോൾ ഈ ഡോ ഫൈ ബൈ ഡോ വൈക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? 2yz എന്ന് കൊടുക്കാം. അപ്പോൾ ഈ അഞ്ചാമത്തെ ഇക്വേഷൻ എങ്ങനെയാവും? 2yz ഈക്വൽ ടു ഡോ g(yz) ബൈ ഡോ വൈ ഓഫ് g(yz) അല്ലേ? ഇങ്ങനെ വന്നു. ദെൻ ഇതിനെ അടുത്ത ഇക്വേഷൻ നമ്പർ 6 ആയിട്ടാവും. ഇക്വേഷൻ നമ്പർ 6, അതായത് ഡോ ജി ബൈ ഡോ വൈ ഓഫ് yz ഈക്വൽ ടു 2yz. ഇതിന് g കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഡെറിവേറ്റീവ് അല്ലേ, ഈ ഡെറിവേറ്റീവ് പോകണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ 2yz ഏതിലാണ് ചെയ്യേണ്ടത്? വിത്ത് റെസ്പെക്റ്റ് ടു വൈയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം കാരണം ഇവിടെ വൈയിലാണ് ഡെറിവേറ്റീവ് എത്തുന്നത്, അത് പോകണമെങ്കിൽ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ ഡോ ബൈ ഡോ വൈ ഓഫ് g(yz). ഇവിടെ നോക്കൂ, ഇൻ്റഗ്രലും ഡെറിവേറ്റീവും കൂടി വന്നു, അത് ക്യാൻസൽ ആവില്ലേ? അപ്പോൾ g(yz). സോ ആ ഒരു ഭാഗം g(yz) ആയി മാറി. സോ g(yz) ഈക്വൽ ടു
ഇനി ഇപ്പുറം 2yz dy. ഇവിടെ 2z കോൺസ്റ്റൻ്റ് ആണ്, y dy യിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2z ഇൻറ്റു ഇൻറ്റഗ്രൽ y dy, അതായത് 2z ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും, അതിനെ എച്ച് ഓഫ് സെഡ്. കാരണം ഇപ്പോൾ എക്സിലും വൈയിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയുള്ള കോൺസ്റ്റൻ്റ് ആരാ? സെഡിലാണ്. അപ്പോൾ വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ് ആയത്. കാരണം 2 ക്യാൻസൽ ചെയ്തു, സെഡ് വൈ സ്ക്വയറിന് ഞാൻ എന്ത് ചെയ്തു? വൈ സ്ക്വയർ സെഡ് നേടി. അതുകൊണ്ട് തന്നെ ജി ഓഫ് വൈ സെഡ് എന്നത് നമുക്ക് എന്ത് കിട്ടിയും? വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ് എന്ന് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് 7 ഇൻ ഇക്വേഷൻ 4. 4 എന്നത് 5 ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് ജി ഓഫ് വൈ സെഡ് എന്നായിരുന്നു. അപ്പോൾ ഈ ജി ഓഫ് വൈ സെഡിൻ്റെ പകരം എന്ത് ചെയ്യാം? ഈ ഇത് കൊടുക്കുക, വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ്, വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5. ഇനി ഈ എച്ച് ഓഫ് സെഡിനെ കളയണമെങ്കിൽ സെഡിൽ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യണം. വീണ്ടും ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്റ്റ് ടു, ഇത് നമ്മൾ 8 എന്ന് കൊടുത്തേ, പാർഷ്യൽ ഇക്വേഷൻ 8 വിത്ത് റെസ്പെക്റ്റ് ടു സെഡ്. കാരണം മൂന്നാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് ഓഫ് സെഡ്. ഇപ്പോൾ സെഡിൽ ചെയ്യുമ്പോൾ ഈ എക്സ് ക്യൂബ് എന്താവും? 0 ആവും. വൈ സ്ക്വയർ സെഡിനെയോ വൈ സ്ക്വയർ ആവും. എച്ച് ഓഫ് സെഡിനെ ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച് ഓഫ് സെഡ് നൽകാം. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് ക്യൂബ്, ദാറ്റ് ഈസ് 0, ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സ്ക്വയർ സെഡ്, അപ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച് ഓഫ് സെഡ്, ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച് ഓഫ് സെഡ്. ഇതിനെ നമുക്ക് 9 എന്ന് വിളിക്കാം. ഇനി ഈ 9ഉം 3യും കൂടി കമ്പയർ ചെയ്യാം. 3 എന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഡോ ഫൈ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്നായിരുന്നു. അപ്പോൾ ഈ ഡോ ഫൈ ബൈ ഡോ സെഡിന് പകരം എന്ത് ചെയ്യാം? വൈ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച് ഓഫ് സെഡ് എന്ന് വരും. ഈ വൈ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? ഡോ ബൈ ഡോ സെഡ് ഓഫ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0. അതായത് എച്ച് ഓഫ് സെഡ് എന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താവണം? ഒരു കോൺസ്റ്റൻ്റ് ആവണം, അല്ലേ? കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് അല്ലേ 0 വരുന്നത്. ഇപ്പോൾ എച്ച് ഓഫ് സെഡ് എന്നത് ഒരു കോൺസ്റ്റൻ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ എച്ച് ഓഫ് സെഡ് എന്നത് സി എന്ന് കിട്ടി. ഇത് നമ്മുടെ 5 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാ എച്ച് ഓഫ് സെഡ് എന്നത് സി അല്ലേ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതായത് 8ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 8ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 5 എന്നത് എന്തായിട്ട് മാറും? 5 ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ സെഡ് പ്ലസ് സി. ഇത് നിങ്ങൾ നോക്കൂ, ഈ 5നെ എക്സിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താ കിട്ടുക? 3x² എന്ന് കിട്ടും. ഇതല്ലേ എഫിലെ ith കമ്പോണൻറ്റ്, അല്ലേ? 3x² ആയി. ഇനി ഇതിൽ വൈന് ഡെറിവേറ്റീവ് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്താ വരിക? 2yz. കാരണം എക്സ് ക്യൂബിൻ്റെ അവിടെ 0 വരും, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ആണ്, അപ്പോൾ 2yz എന്ന് വരും. ഇനി സെഡിൽ ഡെറിവേറ്റീവ് ചെയ്താലോ വൈ സ്ക്വയർ വരും. അപ്പോൾ 3x² ആയി പ്ലസ് 2yz ജെ പ്ലസ് വൈ സ്ക്വയർ കെ തന്നെയല്ലേ നമ്മുടെ എഫിലുള്ള എലമെൻറ്റുകൾ, അല്ലേ? അപ്പോൾ നമ്മുടെ 5 എന്ന ഈ പൊട്ടൻഷ്യൽ കറക്റ്റാണ്. ഇനി അപ്പോൾ 5 എന്നത് കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രൽ സി എഫ് ഡോട്ട് ഡി ആർ അല്ലേ വേണ്ടത്? അതായത് ഇൻ്റഗ്രൽ സി എന്ന് പറഞ്ഞാൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ. ഇതെന്താണ്? ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇക്വേഷൻ പഠിച്ചതാണിത്, അല്ലേ? അപ്പോൾ ഇവിടെ എയും ബിയും നമുക്കറിയാം എന്താ തന്നിട്ടുള്ളതെന്ന് അറിയാലോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്നത് 0, 1, 2 ആണ്. ബി എന്നത് 1, -1, 7 ആണ്.
എഫ് ഡോട്ട് ഡി ആർ. ഇതെന്ത് വരും? ഫൈ ഓഫ് ബി. ബിക്ക് പകരം 1 മൈനസ് 1 7 മൈനസ് എക്ക് പകരം ഫൈ ഓഫ് 0 1 2. ദാറ്റ് ഈസ് ഫൈ ഓഫ് 1 മൈനസ് 1 7 എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് 1, വൈ കാണുന്നിടത്ത് -1, 7 സെഡ് കാണുന്നിടത്ത് 7. അപ്പോൾ എക്സ് ക്യൂബ് ദാറ്റ് ഈസ് 1 ക്യൂബ് പ്ലസ് -1 സ്ക്വയർ ഇൻറ്റു 7 പ്ലസ് സി. ഇതാണ് ഫൈ ഓഫ് 1 മൈനസ് 1 7 വരിക. മൈനസ് ഇനി ഫൈ ഓഫ് 0 1 2 അതായത് 0 ക്യൂബ് പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് സി. അതായത് ഫൈ എന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ സ്ക്വയർ സെഡ് പ്ലസ് സി ആണ്. അപ്പോൾ ഫൈ ഓഫ് 1 മൈനസ് 1 7 എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് 1, വൈ കാണുന്നിടത്ത് -1, സെഡ് കാണുന്നിടത്ത് 7. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ് പറഞ്ഞാൽ 1, -1 സ്ക്വയർ ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് സി. മറ്റേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 സ്ക്വയർ ഇൻറ്റു 2 2 വരും, മൈനസ് അവിടെ ഉള്ളതുകൊണ്ട് -2 മൈനസ് സി. ഈ പ്ലസ് സിയും മൈനസ് സിയും ക്യാൻസൽ ചെയ്യാം. 1 + 7 - 2 ഈസ് 6. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും തന്നത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആയിരുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എഫ് ഡോട്ട് ഡി ആറിലേക്ക് ആക്കി മാറ്റി ആദ്യം. എന്നിട്ട് അത് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്തു. കൺസർവേറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ 3 ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ കൺസർവേറ്റീവ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ എഫിന് നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് സം ഫംഗ്ഷൻ എഫ് ഐ എന്ന് എഴുതാം. അതായത് എഫ് ഈക്വൽ ടു ഡെൽ ഫൈ. എഫ് ഡെൽ ഫൈ ആണെങ്കിൽ നമ്മൾ ഡോ ഫൈ ബൈ ഡോ എക്സും ഡോ ഫൈ ബൈ ഡോ വൈയും ഡോ ഫൈ ബൈ ഡോ സെറ്റും അതിന് കമ്പയർ ചെയ്തിട്ടെടുക്കും. എന്നിട്ട് ഇക്വേഷൻ കുറച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഡെറിവേറ്റീവ് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ഡെറിവേറ്റീവ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കിട്ടി. ആ ഫംഗ്ഷനിൽ നിന്നും നമുക്ക് ആ ഒരു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഫൈ ഓഫ് ബി മൈനസ് ഫൈ ഓഫ് എ എന്ന റിസൾട്ട് പ്രകാരം നമുക്ക് ആൻസർ ഇവിടെ കിട്ടും. Okay, thank you.